മാഡം ഈ മരുന്ന് കലക്കുമ്പോഴേ വെള്ളം ഈ മാർക്കിന് മുകളിൽ പോയാൽ കുഴപ്പമുണ്ടോ മാഡം? പക്ഷേ ഈ മരുന്നില്ലേ, ഇത് ആൻറ്റിബയോട്ടിക് മരുന്ന് നമുക്ക് കലക്കുമ്പോൾ അതിനകത്തൊരു ഡിസ്റ്റിൽ വാട്ടർ ഉണ്ട്. അപ്പോൾ അത് കലക്കേണ്ടത് നമ്മൾ പലരും ചെയ്യുന്നത് അടുത്തങ്ങ് ഒഴിക്കുമ്പോൾ ചിലപ്പോൾ ഈ മാർക്കിന് മുകളിൽ പോകും. അങ്ങനെ ചെയ്തിട്ട് നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ എന്ത് പറ്റും, അതിൻ്റെ കോൺസെൻട്രേഷൻ വ്യത്യാസം വരും. അപ്പോൾ കുഞ്ഞിന് കിട്ടേണ്ട അളവിൽ മരുന്ന് എത്ര ഉണ്ടാവും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ എടുക്കേണ്ട മരുന്നെന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട രീതി ഇത് ഷേക്ക് ചെയ്യണം. അപ്പോൾ പൊടി നല്ലവണ്ണം ക്ലിയറായിട്ട് ഇളകി വരും. എന്നിട്ട് ശേഷം ഈ വെള്ളം എടുത്തിട്ട് ഈ മാർക്കിന് തൊട്ട് താഴെ വേണം ആദ്യം ഒഴിക്കാൻ. അപ്പോൾ തൊട്ട് താഴെ ഒഴിച്ച് നല്ലവണ്ണം ഷേക്ക് ചെയ്യണം. നല്ലവണ്ണം ഷേക്ക് ചെയ്ത് അത് മിക്സായി കഴിഞ്ഞ ശേഷം പിന്നെ അത് വീണ്ടും ഒഴിച്ച് ആ മാർക്ക് വരെ ആക്കണം. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് ആ ലെവൽ വരെ മരുന്ന് കിട്ടും. പക്ഷെ അല്ലാതെ നമ്മൾ ഒറ്റയടിക്ക് ഒഴിക്കുമ്പോൾ ഇതിൻ്റെ അളവ് മേളിൽ കൂടിപ്പോയാൽ എന്ത് പറ്റും, അത് കളഞ്ഞു കഴിഞ്ഞാൽ പൊടിയെല്ലാം ഒരുപോലെ മിക്സ് ആവത്തില്ല, മരുന്നിൻ്റെ അളവിൽ വ്യത്യാസം വരും. അപ്പോൾ ആദ്യം ഒഴിക്കുമ്പോൾ നല്ലോണം ഷേക്ക് ചെയ്യാം, തൊട്ട് താഴെ ഒഴിക്കുക, നല്ലോണം പിന്നെയും ഷേക്ക് ചെയ്യുക. അപ്പോൾ നല്ലോണം കലങ്ങിയ ശേഷം പിന്നെ മാർക്ക് വരെ ഒഴിക്കുക. പിന്നെ മരുന്ന് ഉണ്ടാക്കിയ ശേഷം എപ്പോഴും സൂക്ഷിക്കേണ്ട എവിടെയാണ്, ഫ്രിഡ്ജിൽ വെക്കണം. പുറത്ത് വയ്ക്കുകയാണെങ്കിൽ കളർ ചേഞ്ച് വരും. അപ്പോൾ കളർ ചേഞ്ച് വന്നാൽ കുഞ്ഞിൻ്റെ അടുത്ത് കൊടുക്കുകയും ചെയ്യരുത്, അത് ഒട്ടും നല്ലതായിരിക്കത്തില്ല. പിന്നെ ചില കുട്ടികൾ ആൻറ്റിബയോട്ടിക് കഴിച്ച് ഉടനെ വൊമിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 15 മിനിറ്റിനൊക്കെ ഉള്ളിലാണെങ്കിൽ നമുക്ക് ഈ മരുന്ന് ഒന്നും കൂടെ കൊടുക്കാമെന്ന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വേണം മരുന്ന് കൊടുക്കാൻ.